ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. ആദ്യം നടത്തറ ഇവിടുത്തെ സ്കൂള് കാര്യങ്ങൾ എല്ലാം പണ്ടത്തെ പോലെയല്ല, അതൊക്കെ വികസിച്ചു. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള തൃശ്ശൂരിന് എത്രയോ വികസിച്ചു. പക്ഷേ ഞാൻ കുറേ നാളിന് ശേഷം ഇവിടെ വന്നപ്പോൾ ബ്ലോക്കുകളുടെ നാടാണോ തൃശ്ശൂരെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആർക്കും പ്രയോജനമില്ലാതെ നിരങ്ങി റോഡിൽ കിടക്കുക. ഇപ്പോൾ 5:15 ഞാൻ രാമചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. വഴി കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്. ഗൂഗിൾ ചേച്ചി വേറെ ഏതൊക്കെയോ വഴി പറയുന്നു, അദ്ദേഹം ഫ്രണ്ടിൽ അങ്ങനെ പോകുന്നു. ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുക. ഞാനതുകൊണ്ട് MLA അദ്ദേഹത്തോട് പറയുകയാണ്, അടുത്ത പ്രാവശ്യം ഞാൻ തൃശ്ശൂർ വരുമ്പം ബ്ലോക്കില്ലാത്തൊരു വലിയ ബ്ലോക്കെങ്കിലും ഇല്ലാത്തൊരു തൃശ്ശൂരാക്കി തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ആദ്യം ഒന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പം പെട്ടെന്ന് എന്താ പറയുക, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തോന്നുന്നു 2-3 പേര്. ഒന്ന് രാമചേട്ടൻ, ഒന്ന് രവിചേട്ടൻ, അങ്ങനെ ചിലരൊക്കെയാണ്. ഇനിയുണ്ട് സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ രാമചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതും എറണാകുളത്തെ ഷൂട്ടിങ്ങിനിടയിൽ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനും രവിചേട്ടൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എന്നുള്ള രീതിക്കാണ് വന്നത്. രവിചേട്ടനെ ഞാൻ കാണുമ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചേട്ടൻ തന്നെ പറയേണ്ടി വരും. ഞാൻ വളരെ ചെറുതാണ്, നായികയൊന്നും ആയിട്ടില്ല, തീരെ കൊച്ചാണ്. അന്നത്തെ വിശേഷങ്ങൾ രവിചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അന്നും ഇന്നും ഞാൻ കാണുന്ന രവിചേട്ടൻ്റെ ഒരു സവിശേഷത, നേരിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരശേഷം മാറ്റമില്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിന് ശേഷം രവിചേട്ടൻ ബിസിനസ്സിലൊക്കെ ആയിട്ട് കുറേ അങ്ങ് സിനിമയിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം എവിടെയാണെന്നോ ഒക്കെ എല്ലാവരും പരിചയമുള്ളവർ പറയുമ്പോഴേ അറിയാം. പ്രത്യേകിച്ച് IB ശശിയുടെ സെറ്റുകളിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, രവി ഇപ്പം ആ സെറ്റിലായിപ്പോൾ എനിക്ക് രവി ചെയ്യേണ്ട റോളായിരുന്നു ഇത് എന്നൊക്കെ എപ്പോഴും പറയും. അങ്ങനെ അദ്ദേഹം ഉഗാണ്ടയിലെങ്ങാണ്ട് താമസിക്കാന്ന് കേട്ടോ. പിന്നെ പേടിച്ചു പോയി. ഇതിയമ്മീൻ്റെ നാട്ടിൽ പോയി താമസിച്ച് തിരിച്ചെങ്ങാനും വരാൻ പറ്റുമോ. പിന്നെ ഉഗാണ്ടയെക്കുറിച്ചൊക്കെ രവിചേട്ടൻ വിവരിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ രവിചേട്ടന് ഇങ്ങനൊരു എന്താ പറയുക, ഇതൊരു അനുഗ്രഹമാണ്. അവരവർ ജനിച്ച നാട്ടിൽ, അവരവരുടെ നാട്ടിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്നേഹാദരങ്ങൾ കിട്ടുക, അതും ഹൃദയപൂർവ്വം ഒരു സ്വീകരണം കിട്ടുക എന്ന് പറയുന്നത് എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നൊരവസ്ഥയല്ല. പലപ്പോഴും പല നാടുകളിലും നമ്മൾ പോയി താമസിച്ച് അവിടുത്തെ ഭാഗഭാക്കാകാനുള്ള അവരുടെ സിനിമയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അങ്ങനെയൊക്കെ മാറിപ്പോകും. അതിഥിയായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തേണ്ടി വരും. പക്ഷെ ചേട്ടൻ വീണ്ടും ചേട്ടൻ്റെ നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സ്വീകരണം നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധി തന്നെയാണ്. എല്ലാവരോടും അദ്ദേഹത്തിനുള്ള ആ ഒരു അടുപ്പവും ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ തന്നെയാണ്. ഞങ്ങളോടും സിനിമയിൽ അദ്ദേഹം എക്കാലവും അത് തന്നെയാണ് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. കുറേ വർഷത്തിന് ശേഷം ഞാനും കുട്ടേട്ടനും രവിചേട്ടനും കൂടെ ജലധാര പമ്പ് സെറ്റ് എന്നൊരു സിനിമ അഭിനയിച്ചു. അവിടെ വെച്ച് കുറേ വിശേഷങ്ങൾ, പഴയ കാര്യങ്ങൾ. ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, എൻ്റെ അച്ഛനെ അറിയാനും ആരാധിക്കാനും ഒക്കെ താല്പര്യമുള്ള 2 പേരാണ്. ഒന്ന് കുട്ടേട്ടനും ഒന്ന് രവിചേട്ടനും. രവിചേട്ടൻ കലച്ചേച്ചിയെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നായികയാക്കിയത് സത്യത്തിൽ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ അച്ഛനോട് ഉള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊത്തുള്ള വേദി പങ്കിടുമ്പോൾ അത് കൂടുതൽ സന്തോഷം. പിന്നെ കമലിക്ക, എല്ലാവരും എൻ്റെ സഹോദരൻ വിജയൻ, എല്ലാവരും. ഞാൻ ബഹുമാനപ്പെട്ട കുട്ടന്മാരാ വിജയത്തെ കണ്ടപ്പം എനിക്ക് നല്ല പരിചയമുള്ള മുഖം. പക്ഷെ ഞാൻ ഓർക്കുന്നത് എൻ്റെ കൂടെ ഏത് സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചത് എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവാധീനത്തിന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് പരിചയമാണ്, നല്ലോണം അറിയാം. പക്ഷെ ഈ വേദി കണ്ടപ്പോൾ അപ്പുറത്തെല്ലാം 2-3 നടന്മാരിയിരിക്കുന്നു, ഇപ്പുറത്തും വിജയനും നടനാണല്ലോ, ഈ നടൻ ആരാ, പേരെന്താ? പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സംശയിക്കേണ്ട ഞാനാണ് എന്ന്. പിന്നെ ഒത്തിരി സന്തോഷമായി. എത്ര പരിചയങ്ങളാണ് സ്റ്റേജിൽ. കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിനൊപ്പം പങ്കുവയ്ക്കണമെന്ന് തന്നെ എനിക്ക് രവിചേട്ടനൊത്ത്. പക്ഷേ ഇത്തിരി എന്താ പറയുക, ഒരു സമയക്കുറവുണ്ട്. ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എണീറ്റ് പോവേണ്ടി വരും. 9:30 ഫ്ലൈറ്റാണ് എറണാകുളത്ത് നിന്ന്. അപ്പോൾ എല്ലാ ദീർഘായുസ്സും ആരോഗ്യം രവിചേട്ടന് കൊടുക്കട്ടെ. കുടുംബത്തോട് അദ്ദേഹം സന്തോഷമായി കഴിയട്ടെ. ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒന്നിച്ചഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. തൃശ്ശൂരിൻ്റെ കണ്ണിലുണ്ണിയായിരുന്ന അദ്ദേഹം എല്ലായ്പ്പോഴും ജീവിക്കട്ടെ. നമസ്കാരം, നന്ദി.